തലശ്ശേരി അതിരൂപതയുടെ ആഭിമുഖ്യത്തിൽ ചെമ്പേരി ലൂർദ് മാതാ ബസിലിക്കയിലേക്ക് നടത്തുന്ന പ്രഥമ മരിയൻ തീർത്ഥാടന യാത്രയിലെത്തുന്ന വിവിധ ഫൊറോന ഇടവകകളിലെ ആയിരക്കണക്കിന് വിശ്വാസികളെ സ്വീകരിക്കാൻ ചെമ്പേരി ഒരുങ്ങി. രാത്രിയിൽ കാൽനടയായി കിലോമീറ്ററുകൾ താണ്ടി ചെമ്പേരിയിലേക്ക് നടത്തുന്ന തീർത്ഥാടന യാത്രയുടെ ഭാഗമായ 2 റാലികളിലും വഴിമധ്യേ വിവിധ ഇടവകകളിൽ നിന്നുള്ള വിശ്വാസികളും അണിചേരും. തീർത്ഥാടന യാത്രയുടെ കൂടുതൽ വിവരങ്ങൾ ഇടവക വികാരിയായ ഫാദർ ജോർജ് കാഞ്ഞിരങ്കാട്ട് പറയുന്നു. ഈശോയിൽ സ്നേഹമുള്ളവരെ, സഭ സ്വഭാവത്താലെ തീർത്ഥാടകയാണ്. സ്വർഗത്തെ ലക്ഷ്യമാക്കുന്ന വിശ്വാസികളുടെ ഒരു തീർത്ഥാടക സമൂഹമാണുള്ള സഭ. ഓരോ ജൂബിലി വർഷത്തിലും പരിശുദ്ധ പിതാക്കന്മാർ തീർത്ഥാടനത്തെ പ്രോത്സാഹിപ്പിക്കുന്ന പ്രത്യേക ഉത്ബോധനങ്ങളും പഠനങ്ങളും നൽകാറുണ്ട്. 2025 പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ ജൂബിലി വർഷമായിട്ട് പ്രഖ്യാപിക്കുകയും പ്രത്യാശയുടെ തീർത്ഥാടകരെന്ന് വിശ്വാസികളുടെ സമൂഹത്തെ പഠിപ്പിക്കുകയും തീർത്ഥാടനങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യണമെന്ന് പരിശുദ്ധ പിതാവ് ആഹ്വാനം ചെയ്തിട്ടുമുണ്ട്. നമ്മുടെ വടക്കൻ മലബാറിനെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് തലശ്ശേരി പ്രോവിൻസ് സംബന്ധിച്ച് നമുക്ക് കിട്ടിയ വലിയൊരു ഭാഗ്യവും അംഗീകാരവുമാണ് ചെമ്പേരി ഫൊറോന ദേവാലയത്തെ, പരിശുദ്ധ മാതാവിൻ്റെ പേരിലുള്ള ഈ ഫൊറോന ദേവാലയത്തെ ബസിലിക്കയായിട്ട്, ലൂർദ് മാതാ ബസിലിക്കയായിട്ട് ഉയർത്തിയത്. അതുകൊണ്ട് ഈ വർഷം അഭിമന്യ മാർ ജോസഫ് പാമ്പ്ളാനി പിതാവ് തീർത്ഥാടനത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി ചെമ്പേരി ബസിലിക്കയിലേക്ക് പരിശുദ്ധ അമ്മയുടെ അമലോത്ഭവ തിരുനാളിന് വിശ്വാസികളുടെ സമൂഹത്തെ ജപമാല ചൊല്ലി ബസിലിക്ക ദേവാലയത്തിലേക്ക് തീർത്ഥാടനം നടത്തുവാൻ ആഹ്വാനം നൽകിയിരിക്കുകയാണ്. അതിൻ്റെ ഒരുക്കങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. 30 കിലോമീറ്റർ അകലെയുള്ള എടൂരിൽ നിന്നും 20 കിലോമീറ്റർ അകലെയുള്ള ആലക്കോട് നിന്നും വിശ്വാസികളുടെ സമൂഹം ഏതാണ്ട് 9 ഫൊറോനകളിൽ നിന്ന് 10,000-കണക്കിന് വിശ്വാസികൾ രാത്രി മുഴുവനും ജപമാല ചൊല്ലി നടന്ന് ചെമ്പേരി ബസിലിക്കയിലേക്ക് വരികയാണ്. ഇങ്ങനെ തീർത്ഥാടകർ വരുമ്പോൾ ഈ ചെമ്പേരി ഇടവകയും ഏറെ സന്തോഷിക്കുകയാണ്. ആന്തരികമായി ഈ ചെമ്പേരി ഫൊറോന ദേവാലയം, ഈ ഫൊറോന ബസിലിക്ക കുടുംബം കഴിഞ്ഞ 5 ദിവസമായിട്ട് വാർഷിക ധ്യാനമായിരുന്നു. ധ്യാനത്തിനൊരുങ്ങി, ധ്യാനം കഴിഞ്ഞു. തീർത്ഥാടനം ചെയ്യുന്ന ഈ തീർത്ഥാടകരെ സ്വീകരിക്കാൻ വേണ്ടി ഒരുങ്ങിയിരിക്കുകയാണ് ചെമ്പേരി ഇടവക സമൂഹം. തീർത്ഥാടനം നടത്തി വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് വിശുദ്ധ കുർബാന സ്വീകരിച്ചു കഴിയുമ്പോൾ സമ്പൂർണ്ണ ദണ്ഡവിമോചനവും സഭ നമുക്ക് നൽകിയിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ പരിഗണിക്കുമ്പോൾ തീർച്ചയായിട്ടും പരിശുദ്ധ അമ്മയുടെ ഈ ബസിലിക്ക ദേവാലയത്തിൽ വരുമ്പോൾ വലിയ സന്തോഷത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും ഒരു സുദിനമായിട്ട് ഈ മരിയൻ തീർത്ഥാടനം മാറുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. എടൂരിൽ നിന്ന് രാത്രി 8:30-ക്കും ആലക്കോട് നിന്ന് രാത്രി 10:30-ക്കുമാണ് വരുന്നത്. രാത്രി മുഴുവനും തീർത്ഥാടകർ നടന്നു വരുന്നതുകൊണ്ട് അവർക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടും ഉണ്ടാകാതിരിക്കാൻ വേണ്ടി വേണ്ട ആംബുലൻസ് സൗകര്യങ്ങൾ, മെഡിക്കൽ ടീം, അതുപോലെ തന്നെ പോലീസിൻ്റെ സഹായം, അതെല്ലാ സഹായം കൊടുത്താണ് ഈ യാത്ര 2 സ്ഥലങ്ങൾ, പ്രധാനപ്പെട്ട ഈ 2 സ്ഥലങ്ങളിൽ നിന്നും ആരംഭിക്കുന്നത്. ചെമ്പേരി ഇടവകയെ സംബന്ധിച്ചും വ്യക്തിപരമായിട്ടും എന്നെ സംബന്ധിച്ചും ഇത് വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുകയാണ്. ഇതിനെല്ലാം സാക്ഷ്യം വഹിക്കുവാനും ഇതിനെല്ലാവരെയും പ്രോത്സാഹിപ്പിക്കുവാനും കിട്ടിയ ഭാഗ്യത്തിന് പരിശുദ്ധ അമ്മയോട് നന്ദി പറയുകയും ദൈവത്തിന് പ്രത്യേകം നന്ദി അർപ്പിക്കുകയുമാണ്. എൻ്റെ പേര് ടോമി കിളിയങ്കുന്നൽ. ഞാൻ ഈ ദേവാലയത്തിൻ്റെ ട്രസ്റ്റിയാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ മരിയൻ തീർത്ഥാടനം വളരെ ഇടവക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെയധികം സന്തോഷം പകരുന്ന ഒന്നാണ്. വളരെ ഈ മാസം 5-ാം തീയതി 6-ാം തീയതി രാത്രി വിവിധ സ്ഥലങ്ങളിൽ നിന്നും ഇവിടെ തീർത്ഥാടകർ കാൽനടയായി ഇവിടെ ഇങ്ങോട്ട് വരുന്നുണ്ട്. അത് തീർച്ചയായും 30 കിലോമീറ്ററും 35 കിലോമീറ്ററൊക്കെ അകലിൽ നിന്നാണ് ആൾക്കാർ വരുന്നത്. അവരൊക്കെ ഇവിടെ നടന്ന് ഇവിടെ എത്തുമ്പോൾ ഏകദേശം ഒരു 10-12,000 ആൾക്കാരോളം ഇവിടെ എത്തുന്നുണ്ട്. തീർച്ചയായും ഞങ്ങളെ ഇടവകയെ സംബന്ധിച്ചിടത്തോളം വളരെയധികം സന്തോഷം പകരുന്ന നിമിഷങ്ങളാണിത്. ഇനി ഞങ്ങളെ ഏതാണ്ട് 4 മാസങ്ങൾക്ക് മുമ്പ് ഞങ്ങൾക്ക് ബസിലിക്ക പദവി ഇവിടെ കിട്ടി. അതിനുശേഷം തീർത്ഥാടകരിങ്ങനെ എല്ലാ ദിവസവും തന്നെ ആൾക്കാരിങ്ങനെ ഓരോ ദിവസവും കൂടി വരുന്നുണ്ട്. ഞാൻ ജോഷി പെരിയാരത്തുകുന്നൽ, ചെമ്പേരി ബസിലിക്ക ദേവാലയത്തിൻ്റെ ട്രസ്റ്റിയാണ്. ഞങ്ങൾ 2024 ആഗസ്റ്റ് 11 മുതൽ ഉത്സവ ലഹരിയിലാണ്. പുതിയ ദേവാലയത്തിൻ്റെ വെഞ്ചരിപ്പ് കർമ്മം ആഗസ്റ്റ് 11-ാം തീയതി നടന്നു. 14-ാം തീയതി ബസിലിക്ക പ്രഖ്യാപനം കിട്ടി. അത് കഴിഞ്ഞ് തുടർച്ചയായി തീർത്ഥാടകർ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇടവക്കാരെല്ലാം ഉത്സവ ലഹരിയിലാണ്. ഇടവക്കാരെല്ലാം നല്ല സന്തോഷത്തിലാണ്. ഇടവക്കാരെല്ലാം തുടർച്ചയായി ഇപ്പോൾ തന്നെ തീർത്ഥാടകർ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് നമ്മൾ ഒരുമിച്ച് തലശ്ശേരി രൂപതയിൽ നിന്നും എല്ലാ ദേവാലയങ്ങളിൽ നിന്നും ആൾ വരുന്നതുകൊണ്ട് നമ്മൾ അതീവ സന്തോഷത്തിലാണ് ഞങ്ങളെല്ലാവരും, ഇടവക്കാരെല്ലാവരും. ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, എൻ്റെ പേര് ഫാദർ അമൽ ചെമ്പകശ്ശേരി.
ഞാൻ ചെമ്പേരി ബസിലിക്കയുടെ അസിസ്റ്റൻറ്റ് വികാരിയായിട്ട് ശുശ്രൂഷ ചെയ്യുകയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ സന്തോഷത്തിൻ്റെ ദൈവാനുഗ്രഹത്തിൻ്റെ നിമിഷങ്ങളാണ്. കാരണം പൗരോഹിത്യ പട്ടം സ്വീകരിച്ചിട്ട് ചെമ്പേരി ബസിലിക്കയിലേക്കാണ് ഞാൻ ആദ്യമായിട്ട് കടന്നു വരുന്നത്. എൻ്റെ ശുശ്രൂഷാ ജീവിതത്തിൽ ഈ മരിയൻ തീർത്ഥാടനത്തിൻ്റെ ഭാഗമായിട്ട് മാറുക എന്നുള്ളത് പരിശുദ്ധ അമ്മയോടുള്ള പ്രത്യേക സ്നേഹത്തിൻ്റെ ഒരു പ്രകടനമായിട്ട് ഞാൻ കണക്കാക്കുകയാണ്. എന്നും ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്ന എനിക്ക് ഈ തീർത്ഥാടനം വലിയ ദൈവാനുഗ്രഹത്തിൻ്റെ നിമിഷങ്ങളായിട്ട് ഞാൻ കണക്കാക്കുകയാണ്. ഈ തീർത്ഥാടനം പരിശുദ്ധ അമ്മയോടുള്ള ഭക്തി ഒരിക്കൽ കൂടി വർദ്ധിപ്പിക്കാനും അത് കൂടുതൽ പ്രകടമാക്കാനും എന്നെ സഹായിക്കുന്നു എന്നുള്ളത് വളരെ സന്തോഷകരമായ കാര്യമാണ്. ചെമ്പേരി ബസിലിക്കയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഒരുങ്ങി പ്രാർത്ഥിച്ച് കാത്തിരിക്കുകയാണ്. ഞങ്ങൾ വാർഷിക ധ്യാനമൊക്കെ കഴിഞ്ഞ് കുമ്പസാരിച്ച് വലിയ ദൈവാനുഗ്രഹം ദൈവിക കൃപ നേടിയിരിക്കുന്ന സമയമാണ്. അതുകൊണ്ട് തന്നെ ഈ തീർത്ഥാടനം കൂടി ആകുമ്പോൾ പരിശുദ്ധ അമ്മയോടുള്ള സവിശേഷമായ ഭക്തി പ്രകടിപ്പിക്കാൻ ഇത് ഞങ്ങളെ സഹായിക്കുമെന്ന കാര്യത്തിൽ തീർച്ചയാണ്. ഞങ്ങൾ വെള്ളിയാഴ്ച രാത്രി 8 മണി മുതൽ ദേവാലയത്തിൽ ഒരുമിച്ച് ചേർന്ന് ബസിലിക്ക കുടുംബം ഒരുമിച്ച് ചേർന്ന് ദിവ്യകാരുണ്യ ആരാധനയിലും തുടർന്ന് ആഘോഷമായ വിശുദ്ധ കുർബാനയിലും എല്ലാം പങ്കെടുത്ത് തീർത്ഥാടകർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും പരിശുദ്ധ അമ്മ വഴി ഇവിടെ എത്തിച്ചേരുന്ന 10,000-കണക്കിന് ജനങ്ങൾക്ക് ദൈവജനത്തിന് ഒരുപാട് ദൈവാനുഗ്രഹം ഉണ്ടാകാൻ വേണ്ടി ഞങ്ങൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. ഞാൻ ജോൺസൺ പുലിയുറുമ്പിൽ ചെമ്പേരി ബസിലിക്ക ദേവാലയത്തിൻ്റെ ട്രസ്റ്റിയാണ്. ഞങ്ങൾ ഈ മരിയൻ തീർത്ഥാടനത്തെ ഈ ഇടവക സമൂഹവും വളരെ ആകാംക്ഷയോടെയാണ് ഞങ്ങൾ കാത്തിരിക്കുന്നത്. ഞങ്ങൾ ചെമ്പേരി മൊത്തത്തിൽ തീർത്ഥാടനത്തിനെ വരവേൽക്കാൻ ഈ ഇടവക സമൂഹം ഒന്നടങ്കം അതൊരു ഉത്സവരീതിയിലേക്ക് നടന്നെടുക്കുന്ന ഈ നിമിഷത്തിൽ ഇടവകയിലെ ഓരോ കുടുംബങ്ങളും അതിനെ ഏറ്റവും വിശ്വാസത്തോടു കൂടിയാണ് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഓരോ വാർഡിൽ നിന്നും വൈകുന്നേരം 8 മണിയോടുകൂടി ദേവാലയത്തിലേക്ക് കൊന്ത ചൊല്ലി എത്തക്കത്തക്ക രീതിയിൽ ഉള്ള ഒരു ആലോചനയാണ് നിലവിൽ ഞങ്ങൾ ആസൂത്രണം ചെയ്തിരിക്കുന്നത്. ഏറ്റവും നന്നായിട്ട് ഒരുങ്ങി ഞങ്ങൾ അതൊരു വൻ വിജയമാക്കി ഞങ്ങളുടെ വിശ്വാസത്തെ കാത്തു സംരക്ഷിക്കാനും ഈ വിശ്വാസത്തെ വരും തലമുറയ്ക്ക് പകർന്നു കൊടുക്കാനും വേണ്ടിയുള്ള ആ പ്രവർത്തനത്തിൽ ഞങ്ങൾ ഏറ്റവും നന്നായി ഒരുങ്ങി കഴിഞ്ഞിരിക്കുമെന്നാണ് എനിക്ക് പറയാനുള്ളത്.